തുടങ്ങാം. ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി. വാരിയെല്ലു റിപ്സ് ഏറ്റവും കൂടുതൽ. ജിറാഫല്ല, നീ ഉദ്ദേശിക്കുന്ന ഹയർ. പെട്ടെന്ന് അല്ല, പാമ്പിനാണ് ഏറ്റവും കൂടുതൽ. ആനയ്ക്കെന്ന് പറയുമ്പോൾ ഒരു 20 നമ്പേഴ്സിന് ഒരു 20 ജോഡിയൊക്കെ വരത്തുള്ളൂ. അതേസമയം പാമ്പിനാണെങ്കിൽ ഒരു അതിൻ്റെ സ്പീഷീസ് അനുസരിച്ചാണ് അത് ഡിഫറൻസ് ഉണ്ട്. ഒരു എത്ര 150 മുതൽ 300 വരെ അത്രയും. അതിൻ്റെ ഓരോ സ്പീഷീസ് അനുസരിച്ച് അത് വേരി ചെയ്യും. ഇനി കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേ ഒരു പാമ്പ്. കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേ ഒരു പാമ്പ്. കൂടുകൂട്ടി സേഫായിട്ടിടും. ഏതെങ്കിലും ഒന്നൊരു ഈ രണ്ടെണ്ണം ഈ പിടിച്ചങ്ങ് പോണേ എന്തിനാ? എന്നാൽ എന്താണ്? റോയലാണ്. കിങ്കോ. രാജവെമ്പാല. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പാമ്പ്. മിത്രം, ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. പാമ്പിനെ കുറിച്ച്. പാമ്പ് കർഷകന്റെ മിത്രം മണ്ണിര, എർത്തുവമ്മിനെ അറിയപ്പെടും. പക്ഷെ ഇത് പാമ്പിന്റെ കൂട്ടത്തിൽ ഏതാണെന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ മിക്കവാറും വരും. ചേര. ചീറ്റുന്ന പാമ്പ്. അത് മൂർഖൻ. ഈ സർപ്പവും പാമ്പും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സർപ്പം എന്ന് പറയുന്നത് പാമ്പെന്ന് പറയുമ്പോൾ വലിയ സാധനങ്ങളാണ്. സർപ്പം എന്ന് പറയുമ്പോൾ ചെറുതാണ്, നല്ല വിഷമൊക്കെ ഉള്ളതാണ്, ചെറിയ ടൈപ്പ്. അതാണ് വ്യത്യാസമുണ്ട് കേട്ടോ. ഈ മദറിലൊക്കെ ഇങ്ങനെ പ്രസവിക്കുന്ന പാമ്പ്. എല്ലാ മുട്ടയിടുന്നതല്ല, പ്രസവിക്കുന്ന പാമ്പുണ്ട്. പറഞ്ഞു പോയതാണ് നീ. അണലി. ഈ അണലി കടിച്ചു കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യുന്ന മെയിൻ ഓർഗൻ ഏതാണെന്നറിയാമോ? അല്ല, കിഡ്നിയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ബ്ലഡ് സർക്കുലേറ്ററി, രക്തപര്യന വ്യവസ്ഥയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. രാജവെമ്പാലയാണെങ്കിൽ മറ്റതൊക്കെ ആണെങ്കിൽ മൂർഖനൊക്കെ കടിക്കുവാണെങ്കിൽ ബ്രെയിനിന്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും, ബ്രെയിനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇനി പാമ്പുകളെ കുറിച്ചുള്ള പേടിയുടെ വേർഡ് എന്താണ്? ഫോബിയ. പാമ്പിനെ കുറിച്ചുള്ള പേടി. കറക്റ്റായി വരുന്നു. ഓഫിയോഫോബിയ. പാമ്പിൻ വിഷത്തിന്റെ നിറം അതെവിടെ നിന്നറിയാം? അതിന് വിഷം കണ്ടോ? ആണോ? ഏറ്റവും വലിയ പാമ്പ് അനാക്കൊണ്ട. പിന്നെ